നമ്മൾ ഇത് ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സോയിൽ കൺസർവേഷൻ ഓഫീസർ, ജിയോളജിസ്റ്റ്, ഹസാർഡ് എന്ന ലിസ്റ്റും പിന്നെ ഫയറിൻ്റെ ആൾക്കാരും മോള് വരെ പോകുന്നുണ്ട്. ഡ്രോണിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. എന്തായാലും ദേ വിൽ ബി ഗോയിങ് അപ്പ്. ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റി ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് പുനഃസ്ഥാപിക്കാം. പ്രോബ്ലി ബൈ ആഫ്റ്റർനൂൺ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കൂ എന്ന പ്രതീക്ഷയിലാണെന്നുള്ളത്. വലിയ ക്രാക്ക് ഒന്നും കാണുന്നില്ല, പക്ഷേ ഡ്രോണൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒന്നും കൂടി ഒരു ഫിസിക്കലായിട്ടൊന്നും ഇൻസ്പെക്ഷൻ നമുക്ക് ചെയ്തിട്ട് ജിയോളജിസ്റ്റ് ഉണ്ട്, സോയിൽ കൺസർവേഷൻ ഓഫീസർ ഉണ്ട്, ഹസാർഡ് അനലിസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസർ ഉണ്ട്, ഡ്രോണിൻ്റെ ഒരു ടീമുണ്ട്. എത്ര ആൾക്കാരും പരിശോധിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നമ്മൾ കോൺസ്റ്റന്റ് ടച്ചിലാണ് ഉള്ളത്. അങ്ങനെ വരുന്നതായിട്ടൊന്നും ഇൻഫർമേഷൻ ഇല്ല. അതെ, സ്റ്റെബിലിറ്റി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്തുന്നതിനെ പറ്റി ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. NHന്റെ ആളുമുണ്ട്, അതുപോലെ തന്നെ ജിയോളജിസ്റ്റ് ഉണ്ട്, സോയിൽ കൺസർവേഷൻ ഓഫീസർ ഉണ്ട്, ഹസാർഡ് അനലിസ്റ്റ് ഉണ്ട്, റേഞ്ച് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ KSDMAയിൽ നിന്നും എക്സ്പെർട്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി ടെസ്റ്റ്